അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നാളെയെന്ന് വൈറ്റ് ഹൗസ്. 40% സർക്കാർ ജീവനക്കാരും നിർബന്ധിത അവധിയിൽ. ധനബിൽ സെനറ്റിൽ പാസാക്കാതെയാണ് പ്രതിസന്ധിക്ക് കാരണം. ധനബില്ല് പാസാക്കുന്നതിൽ US കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഡെമോക്രാറ്റിക് അംഗങ്ങളും തമ്മിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനാലാണ് US ഷട്ട്ഡൗണിലേക്ക് നീങ്ങിയത്. ഓരോ പുതിയ സാമ്പത്തിക വർഷത്തേക്കും ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനായുള്ള ബില്ല് ഒക്ടോബർ 1 മുൻപ് പാസാക്കണമെന്നതാണ് US കോൺഗ്രസ് സ്വീകരിച്ചു വന്ന രീതി. എന്നാൽ ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും ബില്ല് പാസാക്കലിൽ സമവായം കണ്ടെത്താനായില്ല. ബില്ല് പാസാക്കാൻ 60 വോട്ടെങ്കിലും വേണമെന്നിരിക്കെ 55-45 വോട്ടുകളിലാണ് ബില്ല് പരാജയപ്പെട്ടത്. തുടർന്നാണ് സർക്കാർ സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും അടച്ചുപൂട്ടലിലേക്ക് വഴിവെച്ചത്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും പണമില്ലാതായതോടെ ഏകദേശം 7 ലക്ഷത്തിലധികം ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പ്രവേശിച്ചു. US-ലെ ദേശീയ ഉദ്യാനങ്ങളും ദേശീയ പാർക്കുകളും ഷട്ട്ഡൗൺ അവസാനിക്കുന്നതുവരെ അടച്ചിട്ടേക്കും. എന്നാൽ ആരോഗ്യമേഖല, സുരക്ഷ, ദുരന്ത നിവാരണം, വിമാന സർവീസുകൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളെ അടച്ചുപൂട്ടലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾ 2ാം ദിനവും നിലച്ചതോടെ സാധാരണക്കാരുടെ ജീവിതം അടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അടച്ചുപൂട്ടൽ മൂലം അമേരിക്കയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ $15 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തൊഴിലില്ലായ്മ നിരക്ക് ഉയരാനും ഉപഭോക്തൃ ചെലവ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഇത് സമ്പദ് വ്യവസ്ഥയെ ആകെ പ്രതികൂലമായി ബാധിക്കുമെന്നിരിക്കെ ബില്യൺ കണക്കിന് ഡോളർ ലാഭിക്കാൻ കഴിയുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. അതേസമയം ധനബില്ല് വെള്ളിയാഴ്ച വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.